ഹലോ, എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു പാനിലേക്ക് അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഞാൻ 2-3 ഏലക്കയും 2-3 കരയാമ്പൂ ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഞാനൊരു നുള്ള് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കായിട്ട് ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ്റെ പീസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് നന്നായിട്ട് ബോയിൽ ചെയ്ത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഈ പാന് അടച്ച് വെച്ച് നമുക്കൊരു 10-15 മിനിറ്റ് നേരം അത് ബോയിൽ ചെയ്ത് വേവിക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഞാനത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇനി നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റാൻ പോവാണ്. നമ്മൾ ചിക്കൻ സാൻഡ്വിച്ചിനായിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് എല്ലാതും. നമ്മളുടെ ചിക്കൻ സാൻഡ്വിച്ചിലേക്കായിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഞാൻ ചിക്കൻ ചെറിയ ചെറിയ പീസുകളായിട്ട് വേവിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കാണ്, പിന്നെ ക്യാരറ്റ്, പിന്നെ കുക്കുമ്പർ. നമുക്ക് ഈ സാൻഡ്വിച്ചിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇടാം. അത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം. ഇതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതിൽ ഇടാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മയോനൈസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അല്പം പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഒന്ന് ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1000 ഐലൻഡിൻ്റെ സാലഡ് ഡ്രസ്സിംഗ് ആണ്. അത് ചിലപ്പോൾ മയോനൈസിൻ്റെ കൂടെ നമുക്ക് ലേശം ഈ സോസും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനൊരു പാക്കറ്റ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വീതിയുള്ള ബ്രെഡായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനത് അത്യാവശ്യം നല്ല വീതിയുള്ള ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് 4 സൈഡ് മുറിച്ചിട്ട് ഞാനൊന്ന് ബട്ടറിലൊന്നത് ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം മുരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സാൻഡ്വിച്ചിലേക്കായിട്ട് എല്ലാം കൂടി നമ്മളിത് മിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം. അതിലേക്കായിട്ട് അല്പം ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കുക്കുംബർ, അല്പം ക്യാബേജ്, അല്പം ക്യാപ്സിക്കം. നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തീരെ ഉപ്പിട്ടിട്ടില്ല. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ച മയോനൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അതിലേക്ക് എടുത്തു വെച്ച 1000 ഐലൻഡ് സലാഡ് ഡ്രസ്സിങ് ലേശം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ടേസ്റ്റ് നല്ലതാണ്. നമ്മൾ അല്പം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ സാൻഡ്വിച്ചിലേക്കായിട്ട് എടുത്തു വെച്ച ബ്രെഡ്, നമ്മൾ അരികൊക്കെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഞാൻ 2 ഭാഗം ഇതിൻ്റെ 2 ഭാഗം ഇങ്ങനെ മൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇത്തിരി ഒന്ന് ബട്ടർ ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് നന്നായി നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ നമ്മുടെ മിക്സ് അത് ഫില്ല് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിങ് നമ്മൾ ബ്രെഡ് പീസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്.
നമുക്കത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മിന്നു, മമ്മി ഉണ്ടാക്കിയ സാൻഡ്വിച്ച് ഒന്ന് കഴിച്ചു നോക്കിയേ.